വർഷങ്ങളായി പരിഹാരമില്ലാതെ കിടക്കുന്ന ഒരു ഗ്രാമീണ റോഡിന്റെ അനുമതിയുടെ പ്രശ്നം പലവട്ടം നിവേദനങ്ങൾ നൽകിയിട്ടും ഫണ്ടില്ല, അനുമതിയില്ല എന്നീ കാരണങ്ങൾ പറഞ്ഞ് ഉദ്യോഗസ്ഥർ നിരാകരിച്ചു. പുതിയൊരു പ്രോജക്റ്റ് ഏറ്റെടുക്കാൻ ആരും തയ്യാറായില്ല. കാരണം അതിൽ വിജയിക്കുമോ എന്ന ഭയവും അധ്വാനിക്കാനുള്ള മടിയും എല്ലാവരെയും പിന്നോട്ട് വലിച്ചു. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നതായിരുന്നു എല്ലാവരുടെയും പൊതുവായ മനോഭാവം. പതിറ്റാണ്ടുകളുടെ നിസ്സംഗതയും ചുവപ്പ് നാടകളാൽ വരിഞ്ഞു മുറുക്കിയ ശ്മശാന നിശബ്ദമായ ആ ഓഫീസിലേക്ക് പുതിയൊരു പ്രതീക്ഷയുമായി ഒരു ജൂനിയർ ഉദ്യോഗസ്ഥൻ കടന്നു വന്നു. അയാൾ തന്റെ ചെയറിൽ ഇരുന്നു കൊണ്ട് വളരെ ആവേശത്തോടെ ശൂന്യമായ ആ ഫയൽ തുറന്നു. അദ്ദേഹത്തിന്റെ പക്കൽ കോടികളുടെ ഫണ്ടോ ആജ്ഞാപിക്കാനുള്ള അധികാരമോ ഉണ്ടായിരുന്നില്ല. എന്നാൽ മറ്റാരും കാണാത്ത ഒരു കരുത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നു. മാറ്റത്തിന് തുടക്കമിടാനുള്ള തന്റേടം. എല്ലാവരും അസാധ്യമെന്ന് പറഞ്ഞൊഴിഞ്ഞ ആ പ്രതിസന്ധിക്ക് മുന്നിൽ അയാൾ ചെയ്തത് ഒരു നിശബ്ദ വിപ്ലവമായിരുന്നു. പൊടിപടലങ്ങൾ മൂടിക്കിടന്ന അലമാരിക്കുള്ളിൽ നിന്നും ഒരു വെളുത്ത കടലാസ് എടുത്ത് അതിനു മുകളിൽ ആ വിഷയത്തിന്റെ പേര് അയാൾ വ്യക്തമായി കുറിച്ചു. അതിൽ ഈ റോഡ് പണിയുന്നത് അത്യന്താപേക്ഷിതമാണ് എന്നൊരു കുറിപ്പ് മാത്രം എഴുതി ഒരു പുതിയ നോട്ട് ഫയൽ ആരംഭിച്ചു. അത്ഭുതകരമായ ഒരു പ്രോജക്റ്റ് ഞാൻ തുടങ്ങുകയാണ്. ഇതിന് ഒരു പേരും ആമുഖവും മാത്രമേ ഇപ്പോഴുള്ളൂ. കുറച്ച് പുതിയ ഐഡിയകൾ കൂടി കിട്ടിയിരുന്നെങ്കിൽ ഇതൊരു വിപ്ലവമായി മാറിയേനെ എന്നൊരു കുറിപ്പ് മാത്രം എഴുതി അയാൾ ഫയൽ അടുത്ത ഡെസ്കിലേക്ക് കൈമാറി. ഇത് കണ്ട് മറ്റൊരു ഉദ്യോഗസ്ഥന് കൗതുകം തോന്നി. എന്റെ കയ്യിൽ പഴയ കുറച്ച് ഡേറ്റയുണ്ട്, വേണമെങ്കിൽ ഇതിൽ ചേർക്കാം. അയാൾ ആ ഡേറ്റയും ഫയലിൽ കൈമാറി. ഈ ഫയലിന് ഇപ്പോൾ ഒരു രൂപമായി വരുന്നുണ്ടല്ലോ, എങ്കിൽ എന്റെ ഡിസൈൻ ടീമിനെ കൊണ്ട് ഇതിനൊരു എസ്റ്റിമേറ്റും ഡിസൈനും ഉണ്ടാക്കാം. താമസിയാതെ അയാൾ എസ്റ്റിമേറ്റും പ്ലാനും നൽകി. അങ്ങനെ എല്ലാവരുടെയും സഹകരണത്തോടെ ശൂന്യമായിരുന്ന ആ ഫയൽ മികച്ച ഒരു പ്രോജക്റ്റായി മാറി. ഒരാൾ ഒറ്റയ്ക്ക് നടന്നു തുടങ്ങുന്ന യാത്രകളാണ് പിന്നീട് ആൾക്കൂട്ടമായി രൂപാന്തരപ്പെടുന്നത്. പുതിയൊരു സംരംഭത്തിന് തുടക്കമിട്ടപ്പോൾ മറ്റുള്ളവർ കാണിക്കുന്ന നിസ്സംഗതയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ലോകത്തിന്റെ രീതി എപ്പോഴും ഇങ്ങനെയാണ്. അവർക്ക് നിങ്ങളുടെ മനസ്സിലെ വലിയ ആ കാഴ്ചപ്പാടിനെ കുറിച്ച് ധാരണയുണ്ടായിരിക്കില്ല. എന്നാൽ ഒരാൾ ആത്മവിശ്വാസത്തിന്റെ കനലുമായി മുന്നിട്ടിറങ്ങുമ്പോൾ ആ ആവേശം പടർന്നു പിടിക്കുന്ന അഗ്നിയായി മാറുന്നു. ഇതിനു പിന്നിൽ ലളിതമായ ഒരു മനഃശാസ്ത്രമുണ്ട്. മിക്കവരും പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഭയപ്പെടുന്നവരാണ്, എന്നാൽ വിജയത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നവരുമാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് തുടങ്ങുമ്പോഴുള്ള ആ റിസ്ക് കുറഞ്ഞു വരുമ്പോൾ കൂടെ നിൽക്കാൻ ആളുകൾ മത്സരിക്കും. എന്നാൽ നഷ്ടം സംഭവിക്കുമോ എന്ന ഭയത്തേക്കാൾ വിജയത്തിന്റെ അവകാശിയാകാമെന്ന മോഹം അവരെ നയിക്കും. ചുരുക്കത്തിൽ ആൾക്കൂട്ടത്തിന് എപ്പോഴും ഒരു നേതാവിനെ ആവശ്യമുണ്ട്. ആദ്യത്തെ ചുവടുവെക്കാൻ തയ്യാറാകുന്നവരാണ് എപ്പോഴും ചരിത്രം കുറിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ പ്രതികരണങ്ങളാണ് എന്റെ മോട്ടിവേഷൻ. താങ്ക്